ചങ്ങാതികളായ ഗോപകുമാരന്മാരുടെ മാതാപിതാക്കൾ മക്കളെ കാത്ത് അവരവരുടെ വീടുകളിൽ ഇരിക്കുകയാണല്ലോ എന്ന് കൃഷ്ണൻ ഓർമ്മിച്ചു പോകുന്നു. അവർക്ക് മക്കളുമായി സംസർഗമുണ്ടാകുക എന്ന സുഖത്തിന് ഭംഗമുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഭംഗമുണ്ടാകാതിരിക്കാൻ ഞാൻ തുനിയുന്നതാണ് എന്ന് ശ്രീകൃഷ്ണൻ തീരുമാനിച്ചു. ആ തീരുമാനം ഉടനെ തന്നെ ദിവ്യപ്രഭാവത്താൽ നടപ്പാക്കുകയും ചെയ്തു. എങ്ങനെയെന്ന് നോക്കൂ. തൽക്കാലം അപഹൃതന്മാരായിരിക്കുന്ന സ്വന്തം കൂട്ടുകാരെ ഗോകുലത്തോടുകൂടി ശ്രീകൃഷ്ണൻ നിർമ്മിച്ചു. എല്ലാ ബാലന്മാരുടെയും ആകൃതി ഭേദങ്ങൾ തെല്ലിട പോലും വ്യത്യാസം കൂടാതെ നിലനിർത്തിക്കൊണ്ടാണ് അങ്ങനെ നിർമ്മിച്ചത്. ആകൃതിയും രൂപവും മറ്റും എത്ര കൃത്യമായിരിക്കുന്നു എന്നാണ് തുടർന്ന് വിവരിക്കുന്നത്. മെലിഞ്ഞവർ മെലിഞ്ഞവരായും തടിച്ചവർ തടിച്ചവരായും മെലിഞ്ഞു നീണ്ടവരായും ഇപ്രകാരം സ്വതേയുള്ള രൂപങ്ങളിൽ തന്നെ അവർ പ്രത്യക്ഷരായി. കൃഷ്ണൻ ഇവിടെ താൽക്കാലികമായെങ്കിലും പ്രദർശിപ്പിക്കുന്ന സൃഷ്ടിവൈഭവം സാക്ഷാൽ ഈശ്വരന്റേതിന് തുല്യമാണെന്ന് ഈ വിവരണം വ്യക്തമാക്കുന്നു. ഗോപകുമാരന്മാരും ഗോക്കളും അപ്രത്യക്ഷമായപ്പോൾ അവയെ അതേപടി ശ്രീകൃഷ്ണൻ പ്രത്യക്ഷമാക്കുന്നതായാണ് പ്രസ്താവിച്ചത്. ഈ ലോകം മുഴുവനും വിഷ്ണു സ്വരൂപം തന്നെയാണെന്നുള്ള വേദവാക്യം സാക്ഷാത്തായി കാട്ടിക്കൊടുക്കുവാൻ ഭഗവാൻ നിശ്ചയിച്ചതാകട്ടായിട്ട് ഈ കൃതിയിൽ നിന്ന് ആർക്കും തോന്നുകയുള്ളൂ. പശുക്കുട്ടികളായി ഭവിച്ചത് താൻ തന്നെയാണ്. പശു ബാലന്മാരായി ഭവിച്ചതും താൻ തന്നെ. എന്നിട്ട് അവയെ തെളിച്ചുകൊണ്ട് സർവസ്വരൂപനായ ഭഗവാൻ ഗോകുലത്തിൽ പ്രവേശിക്കുന്നു. ഇപ്രകാരം കൂട്ടുകാരെയും പശുക്കളെയും സൃഷ്ടിച്ചു കഴിഞ്ഞതോടെ അന്ന് സായാഹ്നത്തിൽ എല്ലാവരും കൂടി വീടുകളിലേക്ക് പോയി. വീട്ടിൽ നിന്ന് മേച്ചിൽ സ്ഥലത്തേക്ക് പോരുമ്പോൾ ഏത് സ്വരൂപത്തിലാണോ ഇരുന്നത് ആ രൂപത്തിന് കടുകിട വ്യത്യാസം ആർക്കും ഉണ്ടായില്ല. അതുകൊണ്ട് വീടുകളിൽ എത്തിയപ്പോൾ മാതാപിതാക്കൾ അവരെ പതിവിനനുസരിച്ച് സ്വീകരിച്ചു. പതിവുള്ള ചടങ്ങുകൾ നടത്തുകയും ചെയ്തു. സ്വതേ തങ്ങൾക്കുള്ള സവിശേഷതകളോടുകൂടി ഗോപ ബാലന്മാർ അവരവരുടെ ഭവനങ്ങളിലും പശുക്കളും അവയുടെ തൊഴുത്തുകളിലും പഴയതുപോലെ പ്രവേശിച്ചു. സൂക്ഷ്മരൂപിയായ ഭഗവാൻ ഏതും സൂക്ഷ്മമായല്ലേ ചെയ്യൂ. വീട്ടിൽ കഴിയുന്ന മാതാപിതാക്കൾക്ക് സ്വന്തം മക്കളെക്കുറിച്ചോ പശുക്കളെക്കുറിച്ചോ ഒട്ടും സംശയം തോന്നിയില്ല. അവർ മക്കളെ ലാളിച്ചു ചുംബിച്ചു കുളിപ്പിച്ചലങ്കരിക്കുകയും ചെയ്തു. പശുക്കളാകട്ടെ തൊഴുത്തിലുള്ള തങ്ങളുടെ കിടാങ്ങളെ കണ്ട മാത്രയിൽ മുലകൾ ചുരത്തി അവയ്ക്ക് പാല് നൽകി അവയെ വാത്സല്യപൂർവ്വം നക്കുകയും ചെയ്തു. ശ്രീശുകൻ കഥ തുടരുന്നു. രാജാവെ, കേട്ടാലും പരമാത്മാവായ ശ്രീകൃഷ്ണൻ ഈ രീതിയിൽ അമ്പാടിയിലുള്ള എല്ലാവരെയും രമിപ്പിച്ചു. സ്വന്തം മായയുടെ പ്രവർത്തനത്തിൽ ഭ്രമിപ്പിച്ച് അവർക്ക് അത്യധികം ആനന്ദം നൽകി. അങ്ങനെ വൃന്ദാവനത്തിലെ വീടുകളിലും സ്ഥലങ്ങളിലും പലതരം കളികളിൽ ഏർപ്പെട്ടുകൊണ്ട് ശ്രീകൃഷ്ണൻ ഒരു വർഷക്കാലം കഴിച്ചു. അക്കാലത്ത് ഒരു സംഭവം ഉണ്ടായി. ഒരു ദിവസം കൃഷ്ണനും ഗോപാലന്മാരും കൂടി പശുക്കളെ മേയിച്ചുകൊണ്ട് വൃന്ദാവനത്തിലെ കാടുകളിൽ പ്രവേശിച്ചു. കാനനശോഭ ആസ്വദിച്ചുകൊണ്ട് അവർ കാളിന്തിയുടെ തീരത്തുകൂടി നടന്ന് അവർ ഗോവർദ്ധന പർവ്വതത്തിന്റെ മുകൾ പരപ്പിൽ എത്തിച്ചേർന്നു. അപ്പോൾ ബ്രഹ്മാവ് അവിടെ വന്നു. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ബ്രഹ്മാവ് കണ്ടത്. കൃഷ്ണലീലകൾ കാണുന്നതിനുള്ള ആഗ്രഹത്തോടു കൂടി താൻ മായാപ്രയോഗം മൂലം മറച്ചു വെച്ചിരിക്കുന്ന ഗോക്കളും ഗോപകുമാരന്മാരും അതേപടി അവിടെ കാണപ്പെട്ടു. മൂലകൃതിയിൽ ഇങ്ങനെയാണ് വിവരണം. ഗോകുലത്തിൽ പശുക്കുട്ടികളോട് കൂടിയ എത്ര കുമാരന്മാരുണ്ടോ അവരെല്ലാവരും എൻ്റെ മായാ തൽപരത്തിൽ കിടന്നവരായിട്ട് ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല, തീർച്ച. ബ്രഹ്മാവിന്റെ വിചാരമായിട്ടാണ് ഈ വിവരണം നൽകിയിരിക്കുന്നത്. അങ്ങനെ വിചാരിച്ചിട്ട് താൻ മറച്ചു വെച്ച പശുക്കുട്ടികളെ ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷരാക്കി. പൂർണ്ണമായും പ്രത്യക്ഷമാക്കിയില്ല, അല്പമായി പ്രത്യക്ഷമാക്കിയുള്ളൂ. വർഷം 1 കഴിഞ്ഞെങ്കിലും പശുക്കൾ സ്വന്തം കിടാങ്ങളായി അവയെ അറിഞ്ഞു. ആ അറിവിന്റെ വികാരത്തോടു കൂടി അവയെല്ലാം കിടാങ്ങളുടെ അടുത്തേക്ക് തെരുതെരെ പാഞ്ഞു. താൻ മായയാൽ മറച്ചു വെച്ചിരിക്കുന്ന ഗോപാല ബാലന്മാരെയും ഗോക്കളെയും അതേപടി അവിടെ കണ്ടപ്പോൾ ബ്രഹ്മാവ് വിഭ്രാന്തിയിൽ അമർന്നു പോകുന്നു. ഭഗവാന്റെ മായയിൽ മോഹിതനായ ബ്രഹ്മാവിന്റെ ദൃഷ്ടിയിൽ അവിടെ പ്രത്യക്ഷമാകുന്ന രംഗമാണ് ഇവിടെ വിവരിക്കുന്നത്. മായയിൽ നിന്ന് വിമുക്തി നൽകി ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷമാക്കിയ പശുക്കുട്ടികളെ കണ്ടപ്പോൾ ഗോപാലകുമാരന്മാരോടൊപ്പം വന്ന പശുക്കൾ സ്വന്തം കിടാങ്ങൾ തന്നെയാണെന്ന് വിചാരിച്ചു. അവയുടെ അടുത്തേക്ക് അവയെല്ലാം പാഞ്ഞു ചെന്നു. ആ പെരുമാറ്റം കണ്ട് ഗോപകുമാരന്മാർ അവയെ തടഞ്ഞു. എന്നാൽ പശുക്കൾ ആ തടയലിനെ അനുസരിച്ചില്ല. മാതൃത്വ വാസന മൂലം അവയുടെ അകിടുകൾ ചുരന്നു. അവയിൽ നിന്ന് പാൽ ഭൂമിയിൽ തുളുമ്പി വീണു. അതുമൂലം ഭൂമിക്ക് പാലിന്റെ നിറം വന്നു. പശുക്കുട്ടികളാകട്ടെ ആ പശുക്കളെ അമ്മമാരാണെന്ന് വിശ്വസിച്ചു. അവ ഓടിച്ചെന്ന് ആ അമ്മമാരുടെ മുലകളിൽ മുട്ടിക്കുടിച്ചു. അങ്ങനെ
കുടിക്കുന്നതിനിടയിൽ അവ മൂത്രമൊഴിക്കുകയും ചെയ്തു. കിടാങ്ങൾ അവിടിൽ മുട്ടി പാല് കുടിച്ച് സന്തോഷിക്കുന്നത് കണ്ട് ഗോക്കൾ രോമാഞ്ചമണിഞ്ഞു. കിടാങ്ങളെ അവ സ്നേഹപൂർവ്വം നക്കുകയും ഉരുമുകയും ചെയ്തു. ഗോപന്മാർ വന്നു നോക്കുമ്പോൾ ഈ കാഴ്ചയാണ് കണ്ടത്. പ്രകോപിതരായെങ്കിലും അവർ സ്വപുത്രന്മാരുടെ നേർക്ക് സ്നേഹത്താൽ അലിവുള്ളവരായി തീർന്നു. പുത്രന്മാരിൽ വാത്സല്യം വർഷിച്ചുകൊണ്ട് അവർ ആനന്ദത്തിൽ മുഴുകിപ്പോയി. ഭാഗ്യവാരിധികളായ ഗോപാലന്മാരും പശുക്കളെയും ഈ സന്ദർഭത്തിൽ ബലരാമൻ കുതൂഹലതയോടെ ശ്രദ്ധിച്ചു.